റെക്കോർഡ് ഓഫ് റഗ്നറോക്കിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ മാച്ചിൽ തന്നെ ദൈവങ്ങൾ ജയിച്ചതുകൊണ്ട് സിയൂസ് വളരെ സന്തോഷത്തിലായിരിക്കും. അതിനുശേഷം അടുത്ത മാച്ച് തുടങ്ങി. മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് ആദമായിരിക്കും മുന്നോട്ടേക്ക് വരിക. ദൈവങ്ങൾ സൃഷ്ടിച്ച ഏറ്റവും ആദ്യത്തെ മനുഷ്യൻ ആദമായിരിക്കും. അതുകൊണ്ട് തന്നെ നേക്കഡ് ആയിട്ടായിരിക്കും ആദം മുന്നോട്ടേക്ക് വരിക. വന്ന ഉടനെ ഒരു ആപ്പിൾ കടിച്ചിട്ട് അത് ഒരുപാട് പൊളിക്കുന്നു എന്ന് പറഞ്ഞ് തുപ്പിക്കളയുന്നു. അവിടെയുള്ള ഒരുപാട് പേർ ആദമിനെ നോക്കി നിൽക്കും. കൂടാതെ ആദമിനെ ആദ്യമായി ചിത്രം വരച്ച വ്യക്തിയും അവിടെ ഉണ്ടാകും. ആദമിന്റെ ഓപ്പണന്റ് ആരാന്നറിയാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയായിരിക്കും. അപ്പോഴാണ് സിയൂസിന്റെ കൂടെയുള്ളവൻ വയലിനും വായിച്ചു കൊണ്ടുവരുന്നത് കാണുന്നത്. ആ സമയം എല്ലാവർക്കും മനസ്സിലായി ഓപ്പണന്റ് വേറെ ആരുമല്ല, അത് സിയൂസ് ആണെന്ന്. ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എന്താ നടന്നതെന്ന് കാണിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ആദമിനെതിരായി ആദ്യം മുന്നോട്ട് വന്നത് സർവശക്തനായ ശിവനായിരിക്കും. ശിവൻ മാച്ചിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് ഇടയിലേക്ക് സിയൂസ് കയറി വരുന്നു. ശിവൻ ചോദിക്കും, ഹേ വയസ്സാ, നിങ്ങൾ എവിടേക്കാ കയറി പോകുന്നേ? മറുപടിയായി സിയൂസ് പറയും, ഞാനാണ് ഈ മാച്ചിൽ പങ്കെടുക്കാൻ പോകുന്നത്. ശിവൻ പറയും, ഇതെന്റെ മാച്ചാണ്, ഞാനാണ് ആദമിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ശിവൻ പറയും, നിങ്ങളെന്താ തമാശ കാണിക്കുകയാണോ? അതിന് പറ്റിയ സമയമല്ല ഇപ്പോൾ. അപ്പോൾ സിയൂസ് തന്റെ കൈ ശിവന്റെ തോളിൽ പിടിച്ച് താഴ്ത്തുമ്പോൾ ശിവൻ താഴേക്ക് കുനിഞ്ഞു പോകുന്നു. ശിവൻ ശാന്തമായി പറയും, നിങ്ങൾ വയസ്സായ ആളല്ലേ, ഈ മാച്ച് നിങ്ങൾ പോയിക്കോ, ഞാൻ അടുത്ത മാച്ചിന് പങ്കെടുക്കാം. അങ്ങനെ ആദ്യത്തെ മാച്ച് തുടങ്ങി. സിയൂസിന്റെ ശരീരം ഒരുപാട് ഭീമാകാരമായ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാകും. മാച്ചിൽ സിയൂസ് ഒരുപാട് കോമഡി ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്തിട്ടുണ്ടാവുക. അതേസമയം ആദം ഒരുപാട് ശാന്തമായിട്ടായിരിക്കും പെരുമാറുക. ആദം മാച്ചിലേക്ക് കയറുമ്പോൾ 001 എന്നിങ്ങനെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ആദമിനെ നോക്കിയിട്ട് സിയൂസ് പറയും, നിനക്ക് എന്നോട് ഏറ്റുമുട്ടാൻ പേടിയുണ്ടെന്ന് തോന്നുന്നു, മര്യാദയ്ക്ക് തോൽവി സമ്മതിച്ച് പോയിക്കോ. ആദം പറയും, അതെനിക്കൊരു പ്രശ്നമല്ല, നമുക്കൊന്ന് ഏറ്റുമുട്ടിക്കളയാം. ആ സമയം വാൽക്കറി ആദമിന് ഒരു ആയുധം നൽകാൻ വേണ്ടി ഏഴാമത്തെ സഹോദരിയോട് ഒരു ആയുധമായി മാറാൻ പറയുന്നു. അങ്ങനെ ആദമിന്റെ കയ്യിൽ ധരിക്കാൻ പറ്റുന്ന ഒരു ആയുധമായി അവൾ മാറി. സിയൂസ് ചിരിച്ചുകൊണ്ട്, ഈ ചെറിയ ആയുധം വെച്ചാണോ എന്നെ നേരിടാൻ പോകുന്നത്? സിയൂസ് ആദമിനെ അടിക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് പോയി. ആ സമയം 0.01 എന്നിങ്ങനെ കാണിക്കാൻ തുടങ്ങി. അതായത് സിയൂസ് ആദമിനെ അടിക്കാൻ പോകുമ്പോൾ 1 സെക്കൻഡിനുള്ളിൽ ആദം ആക്രമണത്തിൽ നിന്ന് തെന്നിമാറും. അതായിരിക്കും ആദമിന്റെ സ്പെഷ്യൽ പവർ. അതുകൊണ്ടാണ് ആദം വന്നപ്പോൾ 00.1 എന്നിങ്ങനെ കാണിച്ചത്. സിയൂസ് അടിക്കുമ്പോഴൊക്കെ ആദം തെന്നിമാറിക്കൊണ്ടിരിക്കും. ഫൈറ്റ് ഒരുപാട് വേഗത്തിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആദമാണെങ്കിൽ സിയൂസിന്റെ ശരീരത്തിൽ രക്തം വരുന്ന വിധത്തിലായിരിക്കും അടിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും അതിശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. സിയൂസിനെ പോലെയുള്ള ഒരു ഗോഡിനെ ആദം എങ്ങനെയാണ് നേരിടുന്നത്? വാൽക്കറി പറയും, ആദമിനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു കോപ്പി രൂപത്തിലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ആദം സിയൂസിന്റെ അത്ര തന്നെ പവർഫുൾ ആയത്. സിയൂസ് തന്റെ സ്പെഷ്യൽ അറ്റാക്ക് ആദമിന് നേരെ ഉപയോഗിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും ആദമിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല. ആദം തെന്നിമാറി സിയൂസിനെ അടിക്കാൻ തുടങ്ങി. അതങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. സിയൂസിന് ഒരുപാട് ദേഷ്യം വന്നു. അദ്ദേഹത്തിന്റെ ശരീരം ഒരുപാട് വികസിച്ച് ഒരു മസ്കുലർ ബോഡിയായി മാറി. അങ്ങനെ സിയൂസിന്റെ പഴയ കാലം കാണിക്കാൻ തുടങ്ങി. എല്ലാ ഗോഡ്സിനെയും സിയൂസ് ഒറ്റയ്ക്ക് തോൽപ്പിച്ചിട്ടുണ്ടാകും. ബാക്കി ഉണ്ടാവുക സിയൂസിന്റെ അച്ഛൻ മാത്രമായിരിക്കും. ഒരു ടെക്നിക്ക് വെച്ച് സിയൂസിന്റെ അച്ഛനെ തന്നെ സിയൂസ് കൊന്നുകളയുന്നു. അതേ ടെക്നിക് സിയൂസ് ആദമിന് നേരെ ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ നിന്നെ ഇല്ലാതാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആദമിനെ പഞ്ച് ചെയ്യുന്നു. പക്ഷേ ആദം ആ ടെക്നിക് സിയൂസിന് നേരെ തന്നെ ഉപയോഗിച്ചു. എതിരാളിയുടെ ടെക്നിക് തിരിച്ച് അവർക്ക് നേരെ തന്നെ ഉപയോഗിക്കാൻ ആദമിന് കഴിയും. ആദം സിയൂസിനെ പഞ്ച് ചെയ്യുന്നത് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കും. കാരണം ഒരു ഗോഡിനെ തന്നെ വീഴ്ത്താൻ ആദമിന് കഴിഞ്ഞു. സിയൂസിന്റെ ഈ ടെക്നിക്കിൽ നിന്ന് ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ ആദം രക്ഷപ്പെട്ടു. ആദം ദൈവങ്ങളെ ഒരുപാട് വെറുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കഠിനമായി ആദമിന് യുദ്ധം ചെയ്യാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് ആദമിന്റെ കഴിഞ്ഞ കാലം കാണിക്കാൻ തുടങ്ങി. ഒരു തോട്ടത്തിൽ ഈവ് എന്ന ഒരു സുന്ദരിയായ പെണ്ണുണ്ടാകും. അപ്പോഴാണ് ഒരു പാമ്പിന്റെ രൂപത്തിലുള്ള ഒരു മനുഷ്യൻ ഈവിനെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നത്. ആ സമയം ഈവ് അവിടെയുള്ള പക്ഷികളുടെ സഹായത്തോടെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ കോർട്ടിൽ ആ പാമ്പ് മനുഷ്യൻ പറയും, തോട്ടത്തിലുള്ള ആപ്പിൾ ഈവ് എടുത്ത് കഴിച്ചിരുന്നു. അങ്ങനെ കള്ളം പറഞ്ഞ് ഈവിനെ ഒരു കുറ്റവാളിയാക്കി മാറ്റി. എല്ലാ ദൈവങ്ങളും ഈവിനെതിരായിരിക്കും. പക്ഷേ ഈവിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ സമയമായിരിക്കും നമ്മുടെ ഹീറോ ആദം അവിടേക്ക് വരുന്നത്. വന്ന ഉടനെ എല്ലാ ആപ്പിൾസും എടുത്തു കഴിച്ചിട്ട് ഇതൊരു വൃത്തികെട്ട ഫ്രൂട്ടാണെന്ന് പറഞ്ഞ് തുപ്പിക്കളയുന്നു. അതും ദൈവങ്ങളുടെ മുന്നിൽ വെച്ച്. എന്നിട്ട് ആ പാമ്പിനോട് പറയും, നീ എന്റെ വൈഫിനെ കയറി പിടിക്കാൻ ശ്രമിച്ചു, അതെന്റെ സുഹൃത്തുക്കളായ പക്ഷികൾ എന്നോട് പറഞ്ഞിരുന്നു. ആ പാമ്പ് പറയും, അതേടെ ഞാൻ തന്നെ അത് ചെയ്തത്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നെ? എന്നിട്ട് യഥാർത്ഥ പാമ്പ് മനുഷ്യന്റെ രൂപത്തിലേക്ക് അവൻ മാറും. ആദമിന് നേരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അവന്റെ ടെക്നിക്ക് നേരെ അവന്റെ നേർക്ക് തന്നെ ആദം പ്രയോഗിച്ചു. അങ്ങനെ പാമ്പ് മനുഷ്യന്റെ അഹങ്കാരം ആദം ഇല്ലാതാക്കി. എന്നിട്ട് ഈവിനോട് പറയും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, വാ നമുക്ക് നമ്മളുടെ ജീവിതം തുടരാം. സിയൂസ് ആദമിനോട് ചോദിക്കും, നീ എന്തിനു വേണ്ടിയാണ് ഞങ്ങൾക്കെതിരെ തിരിയുന്നത്? ആദം പറയും, ഞാൻ നിങ്ങളെ പോലെ ഒരു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയോ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയോ പോരാടുകയില്ല. മനുഷ്യരെല്ലാം എന്റെ കുഞ്ഞുങ്ങളാണ്. എന്നിൽ നിന്നാണ് മനുഷ്യന്റെ എവല്യൂഷൻ ആരംഭിച്ചത്. ഞാൻ അവർക്ക് വേണ്ടി പോരാടും. ആ സമയം അവിടെയുള്ള പല മതങ്ങളിലുള്ളവരും പല സ്ഥലങ്ങളിലുള്ളവരും ആദമിനെ പ്രോത്സാഹിപ്പിക്കുകയും അവന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യും.
ആദമിനെ സിയൂസിന് തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് സിയൂസ് വീണ്ടും ട്രാൻസ്ഫോം ആകുന്നു. സിയൂസിന്റെ മസിലൊക്കെ പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നും. പക്ഷേ ട്രാൻസ്ഫോം ആയി ഒരു മെലിഞ്ഞുണങ്ങിയ രൂപത്തിലേക്ക് സിയൂസ് മാറും. ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള രൂപമായിരിക്കും അത്. പക്ഷേ 15 നിമിഷം മാത്രമായിരിക്കും സിയൂസിന് ആ രൂപം സ്വീകരിക്കാൻ പറ്റുക. അങ്ങനെ തുടർന്നവർ അടികൂടിക്കൊണ്ടേയിരിക്കും. സിയൂസ് ആദമിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആദമാണെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സിയൂസിന്റെ ടെക്നിക് സിയൂസിന് നേരെ തന്നെ ഉപയോഗിക്കും. അങ്ങനെ ഫൈറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദമിന്റെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. അത് കണ്ടുകൊണ്ടിരിക്കുന്ന വാൽക്കർക്ക് മനസ്സിലായി ആദം തന്റെ പരമാവധി ലിമിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. എല്ലാ ടെക്നിക്കും ഉപയോഗിക്കുന്നത് കൊണ്ട് ആദമിന്റെ വേഗതയ്ക്കും കുറവ് സംഭവിച്ചു. അതുപോലെ സിയൂസും പരമാവധി ലിമിറ്റിൽ എത്തിയിട്ടുണ്ടാകും. ആ സമയം ഒരുത്തൻ പറയും ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഇല്ലാതാകും. രണ്ടുപേരും തിരിച്ചും മറിച്ചും ശരീരത്തിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആദമിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. ആ സാഹചര്യം സിയൂസ് ഉപയോഗിച്ച് ആദമിന്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടാകുന്നു. പെട്ടെന്ന് ആദം വീണ്ടും സിയൂസിന്റെ അറ്റാക്കിൽ നിന്ന് മാറിക്കളയാൻ തുടങ്ങി. സിയൂസ് പറയും മര്യാദയ്ക്ക് നീ തോൽവി സമ്മതിക്കുന്നതാണ് നല്ലത്. പക്ഷേ അതൊന്നും ആദം കേൾക്കാതെ പോരാടിക്കൊണ്ടിരിക്കും. അങ്ങനെ രണ്ടുപേരും മാറി മാറി കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫൈനലി സിയൂസ് നോർമൽ രൂപത്തിലേക്ക് എത്തി. താഴെ വീണു കിടക്കുന്ന സിയൂസിനെ കണ്ട് എല്ലാവരും വിചാരിക്കും ആദം ജയിച്ചു എന്ന്. ഒരു മാച്ചെങ്കിലും മനുഷ്യർ ജയിച്ചു എന്ന് എല്ലാവരും കരുതി. ആദം മുകളിലേക്ക് കൈപൊക്കി ജയിച്ചതുപോലെ കാണിക്കും. മനുഷ്യരൊക്കെ ഒരുപാട് സന്തോഷത്തിലായിരിക്കും. അപ്പോൾ ആ സമയം ആദമിന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടാകില്ല. ആ സമയം ഒരാൾ പറയും ആദം മരിച്ചു കഴിഞ്ഞു. സിയൂസ് പറയും എന്നോട് പോരാടുമ്പോഴേ അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. എല്ലാ മനുഷ്യരും ആദമിനു വേണ്ടി കരയാൻ തുടങ്ങി. അങ്ങനെ രണ്ടാമത്തെ മാച്ചും ദൈവങ്ങൾ തന്നെ കൊണ്ടുപോയി. ഈ പോരാട്ടത്തിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി അടിക്കണേ.